ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെൻറ്റാങ്കിൾ ആർട്ട് ഇതിനു മുന്നേ ഞാൻ ചെയ്തതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇന്നത്തെ ഒരു സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ ബ്ലാക്ക് ഇങ്ക് പെന്നാണ്. ഡോംസിൻ്റെ യൂട്യൂബിലൊക്കെ ഏകദേശം എടുക്കുന്ന ഒരു അളവൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൂന്നെണ്ണം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഈ ഡിസൈനിലാണ് നമ്മൾ ഇതിലെ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 4 എണ്ണമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഈ ഡിസൈൻ അത്ര വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ഞാനിതുപോലെ കുറച്ച് സ്ക്വയേഴ്സ് ഇതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതുപോലെ ഒരു റൗണ്ടഡ് എഡ്ജായിട്ടുള്ള ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കണം. ഇവിടെയായിട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് വരയ്ക്കേണ്ടത്. അതായത് റൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് വരണം നെക്സ്റ്റിൽ. ഈ ഒരു രീതിയിൽ ഇവിടെയും ഈ ഒരു രീതിയിൽ ഇവിടെയും വരണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എഡ്ജും പെർഫെക്റ്റ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് ഇതുപോലെയും ദെൻ ഇതുപോലെ വരുന്നതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇതുപോലെ ലൈൻസും വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചെണ്ണം കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഞാൻ കാണിക്കാം. ഇതാണ് ഫൈനൽ വർക്ക്. ഗ്യാപ്പിലൊക്കെ ബ്ലാക്ക് കളർ അടിക്കുക. ഞാനിത് സ്കെച്ച് വെച്ചാണ് ചെയ്യുന്നത്. പെണ്ണ് വെച്ച് ചെയ്താലും മതിയാവും കേട്ടോ. അത് കുറച്ചും കൂടി സമയം എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്കെച്ച് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇവിടെയും പിന്നെ ഇവിടെയും ഒക്കെ ആയിട്ട് കളർ അടിക്കണം. അപ്പോൾ നമ്മുടെ സെൻറ്റാങ്കിൾ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സെൻറ്റാങ്കിളിലേക്ക് ഞാൻ ഇതും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡിസൈൻസിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.